എന്താണ് ഈ ബിഗ് ബോസ് സീസൺ 6 സംഭവിക്കുന്നത്? ഞാൻ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ബിഗ് ബോസ് കാണുന്നത് ഫുള്ളായിട്ട്, അതായത് അഖിൽമാരാറിൻ്റെ സീസൺ. അതിന് മുമ്പ് ബിഗ് ബോസ് ശ്രദ്ധിക്കപ്പെട്ടത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്ന സീസൺ ആയിരുന്നു. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഇതായിരുന്നല്ലോ. അപ്പോഴാണ് ഞാൻ ഈ ഒരു ഷോ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അതിനുശേഷം ഫുള്ളായിട്ട് കണ്ടതെന്ന് പറയുമ്പം മാരാറുള്ള ഒരു സീസൺ ആയിരുന്നു. അപ്പോൾ ഈ വർഷം ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് തുടങ്ങി, ഇപ്പം ബിഗ് ബോസ് ഷോ കാണാൻ തുടങ്ങി. പക്ഷേ ഒന്നും മനസ്സിലാവുന്നില്ല ഈ വർഷം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. റോക്കി പുറത്തായിരിക്കുകയാണ് ബിഗ് ബോസിൽ നിന്ന്. അപ്പം നമുക്ക് ആ വീഡിയോസ് ഒന്ന് കാണാം. അടിച്ചു പോതോടെ ചാറ്റി മേലിൽ തോടല്ലേ പുറത്ത് തോടല് കൈവിടരുത്. പുറത്ത് തോടല് ഇടിച്ചു സംശയം. സമരം ചെയ്യാനും അലമുണ്ടാക്കാനും അല്ലാതെ വേറൊരു പണി ഞങ്ങൾക്കറിയില്ല. എനിക്ക് തീരെ മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം, ഈ ധീര 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 ഈ ബീജിയൊക്കെ ഇട്ടിട്ട് ആള് പുറത്തോട്ട് വരുന്ന ആ ഒരു രംഗം കണ്ടപ്പോഴേ ഇത്രയും ഫാൻസ് പുള്ളിക്ക് പുറത്തുണ്ടോ? ഇത് പുള്ളി പൈസ കൊടുത്ത് ചെയ്യിച്ചതാണോ എന്ന് എനിക്കൊരു സംശയം. ഇതെൻ്റെ മാത്രം സംശയമാണോ എന്നറിയില്ല. കാരണം ഇത് യഥാർത്ഥത്തിൽ ഫാൻസുകാരാണോ? അഖിൽമാരാറിൻ്റെ സീസണിൽ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് അത്രയും ജനപിന്തുണ, അത്രയും പ്രേക്ഷകർ അദ്ദേഹത്തെ ഹൃദയത്തിലേറ്റിയിരുന്നു. പക്ഷെ അദ്ദേഹം വന്നിറങ്ങിയപ്പോലും ഇത്രയും കനമുള്ള വലിയ പൂമാലയും വലിയ കിരീടമൊന്നും ഇല്ല. ഈ പൂമാലയുടെ വെയിറ്റ് അദ്ദേഹത്തിന് താങ്ങാൻ പറ്റുമോ? അദ്ദേഹത്തിന് അത്രയും ഉണ്ടെന്ന് തോന്നുന്നത്. അദ്ദേഹത്തെക്കാൾ വലിയ ഒരു പൂമാലയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതൊന്നുമല്ല, ഒരു വലിയ പൂമാല, പിന്നെ ഒരു ചെറുത്, വലിയക്കാട്ടൊരു കിരീടം. ഇതൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ചു? അല്ലെങ്കിൽ ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണോ, കൂട്ടുകാർ ചെയ്തതാണോ, അല്ലെങ്കിൽ സ്വയം മനസ്സാല പ്രേക്ഷകരാണോ? അല്ലെങ്കിൽ ഈ ഒരു ഇത്രയും ചുരുങ്ങിയ പീരീഡോട് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തോട് ഇത്രയും ആരാധന തോന്നുന്നു, ഇത്രയും പ്രേക്ഷകരുണ്ടോ? ഇതെനിക്ക് വല്ലാത്തൊരു സംശയമായിരുന്നു. പിന്നെ എനിക്ക് തോന്നി ഇദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് ഇങ്ങനെയൊരു സ്വീകരണമൊക്കെ അറേഞ്ച് ചെയ്യാൻ വളരെ ഈസിയാണ്. കാരണം അദ്ദേഹം ഒരു കോടീശ്വരനാണല്ലോ. അപ്പോൾ ആ വീഡിയോ നമുക്കൊന്ന് കാണാം. റോക്കി എന്നാണ് എൻ്റെ പേര്. ഞാൻ വീട്ടിൽ നിന്ന് വെളിയിറങ്ങുമ്പോഴത്തേക്കും എനിക്ക് ഹാർലി ഡേവിഡ്സൺ, ഹയാബൂസ, BMW, ജിപ്സി, അങ്ങനെ ഒരു 5 കാറ് 4 ബൈക്ക് എനിക്ക് ഇഷ്ടമുള്ള വണ്ടി എടുത്തുകൊണ്ട് പോവാം. ഇഷ്ടമുള്ള ഡ്രസ്സിന് ഇഷ്ടമുള്ള വണ്ടി എടുത്തിട്ട് പോകും. ഞാൻ ഭയങ്കരമായിട്ടുള്ള ലക്ഷറിയിൽ ജീവിച്ചിട്ടുള്ള ഒരാളുമാണ്. എൻ്റെ വീട്ടിൽ സ്വിമ്മിംഗ് പൂളുണ്ട്. എൻ്റെ ബെഡ്റൂം 1200 സ്ക്വയർ ഫീറ്റ് ബെഡ്റൂമാണ്. എൻ്റെ ബാത്റൂം 700 സ്ക്വയർ ഫീറ്റ് ബാത്റൂമാണ്. എനിക്കൊരു സെപ്പറേറ്റ് ഒരു സ്പേസ് ഞാൻ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരു സ്പേസ് എന്ന് വെച്ചാൽ ഒരു 7,000-8,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൻ്റെ പേരാണ് റോക്കി മാൻഷൻ. ഫുള്ള് ഗ്ലാസ് ഇട്ടുള്ള റോക്കി മാൻഷനിലാണ് ഞാൻ വരുന്നത്. ഓക്കെ, എനിക്ക് രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ജ്യൂസ് ഒരു 5-6 തലമുറകൾ കൊണ്ട് ജമ്മിയായിട്ടുള്ള ഫാമിലിയാണ് ആചാര ഫാമിലി, പറന്തോട്. പൊങ്ങച്ചം പറഞ്ഞു എന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ട്. പക്ഷെ അതൊരു പൊങ്ങച്ചമായിട്ട് തോന്നാനുള്ള കാരണം എനിക്ക് തോന്നിയത് അദ്ദേഹം അച്ചീവ് ചെയ്ത കാര്യങ്ങളായിരിക്കാം അദ്ദേഹം അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞത്. പക്ഷെ അതിന് മുമ്പായിട്ട് അദ്ദേഹം കടന്നു വന്ന വഴികളിൽ ഞാൻ ഇത്രത്തോളം പ്രയാസങ്ങൾ, ഇത്രത്തോളം ബുദ്ധിമുട്ടുകളൊക്കെ സഫർ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പം നിലവിൽ എൻ്റെ സാഹചര്യങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ അതൊരു മോട്ടിവേഷൻ ആയേനെ. പക്ഷേ പുള്ളി ഉദ്ദേശിച്ചത് മോട്ടിവേഷൻ ആണെന്നുണ്ടെങ്കിലും അത് പബ്ലിക്കിലേക്ക് വന്നപ്പോൾ ഒരു സത്യം പറഞ്ഞ ഒരു പൊങ്ങച്ചം പോലെ ആയിപ്പോയതാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. റോക്കി പുറത്തായ ഒരു കാര്യത്തിൽ നിന്നും ബിഗ് ബോസ് ഷോയിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ അത് കാണുന്ന പല സാധാരണക്കാർക്കും പ്രേക്ഷകർക്കും മനസ്സിലാക്കാൻ പറ്റുന്നൊരു മെസ്സേജ് ഉണ്ട്. അതായത് നമുക്കൊരു വലിയ ഡ്രീം അച്ചീവ് ചെയ്യാനുണ്ടെങ്കിൽ, നമ്മൾ കഷ്ടപ്പെട്ട് അതിൻ്റെ വക്കിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ മാറ്റേണ്ട കുറേ കാര്യങ്ങൾ ചിലപ്പോൾ വരാം. അതായത് ആ സ്വപ്നം അല്ലെങ്കിൽ ആ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ സഹിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ നമുക്ക് അങ്ങേറ്റം ദേഷ്യപ്പെടുത്തുന്ന, നമ്മുടെ സമനില തന്നെ തെറ്റുന്ന പല അവസ്ഥകളും വരാമെങ്കിൽ കൂടെ ജീവിതത്തിൽ നമ്മുടെ ദേഷ്യത്തെ ആണെങ്കിലും നമ്മുടെ സങ്കടത്തെ, ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്ത് നമ്മുടെ സ്വപ്നം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അല്ലാതെ അതിന്
വേണ്ടി നമ്മുടെ ഇമോഷൻസ് ഒന്നും കൺട്രോൾ ചെയ്യാതെ പല രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടാനുള്ള ലക്ഷ്യം നേടാൻ പറ്റില്ല എന്നുള്ളതിന് വലിയൊരു എക്സാമ്പിളാണ്, വലിയൊരു ഉദാഹരണമാണ്. ഇതെനിക്കൊരു മോട്ടിവേഷനായിട്ട് തോന്നി സത്യം പറഞ്ഞാൽ. പുള്ളി അവിടെ കാണിച്ച ആക്ട്, ബിഗ് ബോസ് എടുത്ത തീരുമാനം, പുള്ളി പുറത്തേക്ക് വന്നപ്പം എനിക്ക് പെട്ടെന്ന് അദ്ദേഹം 6 വർഷത്തെ എൻ്റെ സ്വപ്നമാണ് തകർന്നതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, പെട്ടെന്ന് ഞാനത് കണക്ട് ചെയ്ത്, ഇതാണപ്പം ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും നേടാനുണ്ടെങ്കിൽ നമ്മൾ ഒതുങ്ങേണ്ട സ്ഥലത്ത് നമ്മൾ ഒതുങ്ങേണ്ടതായിട്ട് വരാം. അതിപ്പോൾ നമ്മളെ പ്രകോപിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കൂടെ നമ്മൾ ചിലപ്പം ഇതെല്ലാം സഹിച്ച് ഒതുങ്ങി നമ്മുടെ സ്വപ്നം മുന്നിൽ കണ്ട് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടേണ്ട അവസ്ഥ നമുക്ക് വരും. ആ അവസരത്തിൽ നമ്മൾ അങ്ങനെ ചെയ്താൽ നമുക്ക് ഈ സ്വപ്നം സാഫല്യമാക്കാം. അല്ലെങ്കിൽ ഇതേപോലെ പാതി വഴിയിൽ ഇട്ടെറിഞ്ഞ്, അല്ലെങ്കിൽ പാതി വഴിയിൽ നമുക്ക് നഷ്ടമായി നമ്മൾ ഒന്നുമല്ലാതെ ഇറങ്ങി പോരേണ്ട ഒരു അവസ്ഥ വരും. ഇപ്പോൾ പുറത്ത് അദ്ദേഹത്തിന് എത്ര ഒരു സ്വീകരണം കിട്ടിയാലും അദ്ദേഹത്തിന് മനസ്സിലൊരു വേദന അല്ലാതിരിക്കില്ല. അദ്ദേഹം ഇനിയിപ്പോൾ എത്ര സന്തോഷം അഭിനയിച്ചാലും, എത്ര സ്വീകരണങ്ങൾ എവിടെ കിട്ടിയാലും, എത്ര ഉദ്ഘാടനങ്ങൾ കിട്ടിയാലും, ഇത്രയും ആഗ്രഹിച്ച് നേടിയൊരു സ്വപ്നം അദ്ദേഹത്തിന് നഷ്ടപ്പെടുമ്പോൾ ആ ഒരു വേദന എന്തായാലും ഉണ്ടാകും.